നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പരോക്ഷ ആരോപണമായി സ്വപ്ന സുരേഷ്. പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരണിന് 2023 ED സമൻസ് അയച്ചെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് സ്വപ്ന സുരേഷിൻ്റെ ഫേസ്ബുക്കിലുള്ള പ്രതികരണം. 2018 UAE കൗൺസിൽ ജനറൽ ക്യാപ്റ്റൻ്റെ ഔദ്യോഗിക വസതി സന്ദർശിച്ചപ്പോൾ മകനെ കൗൺസിൽ ജനറൽ പരിചയപ്പെടുത്തിയെന്നും UAEയിൽ സ്റ്റാർ ഹോട്ടൽ വാങ്ങുന്നതിന് മകനെ സഹായിക്കണമെന്ന് ക്യാപ്റ്റൻ അവകാശപ്പെട്ടുവെന്നും സ്വപ്ന കുറിപ്പിൽ പറയുന്നു. മകനെയും മകളെയും ED ഒന്നും നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണി പോലെ എല്ലാം പുറത്തു വരുമെന്നും അത് അച്ഛന് നല്ലപോലെ അറിയാമെന്നും അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തതെന്നും സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. വരും ദിവസങ്ങൾ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരുമെന്നും നമുക്ക് കാത്തിരിക്കാമെന്നും പറയുന്ന സ്വപ്ന സ്വാമിയെ ശരണായപ്പ എന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. ലൈഫ് മിഷൻ കേസിൽ മകൻ വിവേക് കിരണിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചു. കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് സൂചന. മകൾ വീണ വിജയനെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കത്തെക്കുറിച്ച് മുഖ്യമന്ത്രി കേരളത്തിലെ പാർട്ടി നേതൃയോഗങ്ങളിൽ വിശദീകരിച്ചിരുന്നതാണ് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരണിന് സമൻസ് അയച്ചിട്ടും ED തുടർ നടപടി എടുക്കാത്തത് സെറ്റിൽമെൻ്റ് എന്ന് UDF ആക്ഷേപം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അതിൻ്റെ ഭാഗമായാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. സമൻസിൽ മുഖ്യമന്ത്രിയോ മകനോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മകനെതിരായ ആരോപണം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് മന്ത്രി V ശിവൻകുട്ടി. 2023 തന്നെ നടന്ന സംഭവം ഇപ്പോൾ വലിയ കാര്യമായി അവതരിപ്പിക്കുന്നതെന്നും ED നടപടി എടുക്കാത്തത് കൊണ്ട് തന്നെ പൊള്ളത്തരം വ്യക്തമാണെന്നും ഇതിന് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന തിരിച്ചറിയണമെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഏതന്വേഷണം നേരിടാനും തയ്യാറാണെന്നും സർക്കാരിനും CPM-നും ഒന്നും മറയ്ക്കാനില്ലെന്നും രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തതിനാൽ കുടുംബാംഗങ്ങളെ വലിച്ചിഴക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം മരണം. കൊല്ലം പട്ടാഴി മരുതൻ ഭാഗം സ്വദേശിനിയായ കശുവണ്ടി തൊഴിലാളിയായ സ്ത്രീയാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇവർ. സെപ്റ്റംബർ 21 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. സംസ്ഥാനത്ത് ഈ മാസം 3ാമത്തെ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് ഇത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 2 FIR ഇട്ട് ക്രൈംബ്രാഞ്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ഉദ്യോഗസ്ഥയും അടക്കം പ്രതിയാക്കിയാണ് ക്രൈംബ്രാഞ്ച് 2 കേസുകൾ എടുത്തത്. ദ്വാരപാലക, ശില്പ, പാളി, കട്ടള എന്നിവയിൽ നിന്നും സ്വർണം കവർന്നതിന് വെവ്വേറെ കേസുകളാണ് എടുത്തിരിക്കുന്നത്. ദ്വാരപാലക, ശില്പ, പാളി കേസിൽ 10 പ്രതികളും കട്ടള കേസിൽ 8 പ്രതികളുമാണ് ഉള്ളത്. സ്മാർട്ട് ക്രിയേഷൻസ് നിലവിൽ പ്രതിയല്ല. കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. കവർച്ച, വ്യാജരേഖ ചമയ്ക്കൽ, വിശ്വാസവഞ്ചന, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും ഉടൻ കടക്കാൻ സാധ്യതയുണ്ട്. ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലും എല്ലാ ക്ഷേത്രങ്ങളിലും മോഷണം നടക്കുന്നുണ്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ദേവസ്വം മന്ത്രി ഈഴവനാണെന്നും അതുകൊണ്ട് വളരാൻ സമ്മതിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല ആചാരവും വിശ്വാസവും സംരക്ഷിക്കണമെന്ന ദേവസ്വം സ്വത്തുവകകൾ മോഷ്ടിച്ചവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ മേഖലാ ജാഥകൾക്ക് ഒക്ടോബർ 14 തുടക്കമാകുമെന്ന് KPC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA അറിയിച്ചു. പോളിയോ വൈറസ് നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നടത്തുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഇന്ന് സംസ്ഥാനത്ത് ഇടുക്കി ഒഴികെയുള്ള 13 ജില്ലകൾ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് പത്തനംതിട്ട കോഴഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ ശുപാർശകൾ തുടർ നടപടി സ്വീകരിക്കുന്നതിന് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തിങ്കളാഴ്ച യോഗം വിളിച്ചു. തൃശ്ശൂരിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കുമായി ബന്ധപ്പെടുത്തി KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സിന് അനുമതി ലഭിച്ചതായി റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ അറിയിച്ചു. റവന്യൂ മന്ത്രി K രാജൻ, ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഡബിൾ ഡെക്കർ അനുവദിക്കാനുള്ള തീരുമാനം എടുത്തത്. ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് നടപടിയിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ച് കോൺഗ്രസ്. പലയിടത്തും പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം ഉൾപ്പെടെ വഴിതിരിച്ചുവിടാനാണ് കരുതിക്കൂട്ടി MPയെ ആക്രമിച്ചുവെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും AC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ രൂക്ഷ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഷാഫിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. സർക്കാരിനെ പ്രതിരോധിക്കാനാണ് പോലീസിന്റെ ശ്രമം. UDF ശക്തമായ പ്രക്ഷോഭത്തിലേക്കാണെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. കോൺഗ്രസ് പ്രവർത്തകരുടെ മെക്കിട്ട് കയറുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈയും കാലും തല്ലിയൊടിക്കുമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. ഷാഫി പറമ്പിൽ MPയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. നടപടിയില്ലെങ്കിൽ ആരോപണ വിധേയരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. പേരാമ്പ്രയിൽ പോലീസിന്റെ ലാത്തിയടി ഷാഫി പറമ്പിൽ MPയുടെ മൂക്കിന്റെ 2 അസ്ഥികൾ പൊട്ടലുണ്ടായെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ.
ഷാഫി പറമ്പിൽ എം പിയെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പോലീസിനെ ന്യായീകരിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംഘർഷങ്ങൾ പോകുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണമെന്നും അത് നേടാനുള്ള തൻ്റെ ഇടം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലത്തിലെ പൊതുപരിപാടിയിൽ വീണ്ടും പങ്കെടുത്ത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ബേക്കറി ഉടമയായ സ്ത്രീ ആത്മഹത്യ ചെയ്തതിൽ കോൺഗ്രസ് കൗൺസിലർക്കെതിരെ ലൈംഗിക കുറ്റം കൂടി ചുമത്തി. വായ്പ ശരിയാക്കാമെന്ന പേരിൽ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. ഇയാൾക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റവും ചുമത്തിയെന്നും ഈ പ്രതി ഒളിവിലാണ്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് തലയ്ക്ക് വെട്ടേറ്റ് ഡോക്ടർ വിപിൻ VT ആശുപത്രി വിട്ടു. 10 പഞ്ഞമാസങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ കൈത്താങ്ങായി നടപ്പിലാക്കി വരുന്ന സമ്പാദ്യ താമസ പദ്ധതിയിൽ കേന്ദ്ര വിഹിതവും സംസ്ഥാന വിഹിതവും വിതരണം ചെയ്യുന്നതിനായി അനുമതി നൽകിയതായി ഉത്തരവിറങ്ങിയതായി ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. വീടുകൾ ആൺപെൺ വ്യത്യാസമില്ല സമഭാവനയുടെ അന്തരീക്ഷം വളർത്തിയെടുത്ത് പെൺകുട്ടികൾ അവരുടെ ഭാവി ജീവിതത്തിൽ പ്രതികരണശേഷി ഉള്ളവരായി മാറ്റാൻ ആത്മവിശ്വാസം നൽകണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് ദീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വീണ്ടും അനധികൃത പ്രസാദ നിർമ്മാണം കണ്ടെത്തി. ഇന്നലെ ഉണ്ടായ സംഭവത്തിന് പിന്നാലെയാണ് വീണ്ടും അനധികൃത കരിപ്രസാദ നിർമ്മാണം കണ്ടെത്തിയിരിക്കുന്നത്. ഭിന്നശേഷി സംവരണ നിയമന വിഭാഗത്തിൽ സമവായ നീക്കവുമായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. കേരള കോൺഗ്രസ് M നേതാവ് ജോസ് കെ മാണി UDF മുന്നിലേക്ക് വരണമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. സംസ്ഥാന സ്കൂൾ ഗെയിംസ് സൈക്ലിംഗ് മത്സരത്തിലെ അപകടം. പാലക്കാട് നടന്ന മത്സരത്തിനിടയിലാണ് അപകടമുണ്ടായത്. പാലക്കാട് മലമ്പുഴ 100 ഫീറ്റ് റോഡിൽ വെച്ച് മത്സരാർത്ഥിയുടെ സൈക്കിളും സ്കൂട്ടറും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ മത്സരാർത്ഥിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. അപകടത്തെ തുടർന്ന് മത്സരം നിർത്തിവെച്ചു. ഇതോടെ സംസ്ഥാന സ്കൂൾ ഗെയിംസ് സംഘാടനത്തിൽ വൻ പിഴവാണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ള വിമർശനം ഉയർന്നിരിക്കുകയാണ്. ആക്രമണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ അനിശ്ചിത കാലത്തേക്ക് അടച്ചു. ഇനി ഒരു അറിയിപ്പുണ്ടാകും വരെ ക്ലാസുകൾ ഉണ്ടാകില്ലെന്ന് അറിയിച്ചു. തൃശൂർ കുന്നംകുളത്ത് അതിഥിത്തൊഴിലാളികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചു. ഒഡീഷ സ്വദേശി പിന്റുവാണ് മരിച്ചത്. രാത്രി 10:30 സംഭവം. മദ്യലഹരിയിൽ അതിഥിത്തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ദില്ലി എയിംസിലെ വനിതാ നഴ്സുമാരുടെ അശ്ലീല ചുവയോട് സംസാരിച്ചെന്ന് പരാതി ഉയർന്നതോടെ വകുപ്പ് മേധാവിയെ മാറ്റി. ഹിന്ദു മഹാസഭ ദേശീയ ജനറൽ സെക്രട്ടറി പൂജ ശകുൽ പാണ്ഡെ അഭിഷേക് ഗുപ്തെ എന്ന വ്യവസായിയുമായി കൊല ചെയ്യപ്പെട്ട കേസിൽ അറസ്റ്റിലായി. ഫീസ് അടയ്ക്കാത്തതിന് കാരണം 14 വയസ്സുകാരനായ വിദ്യാർത്ഥിയെ ക്ലാസ് റൂമിൻ്റെ നിലത്തിരുത്തി പരീക്ഷ എഴുതിച്ച സ്കൂളിലെ അധ്യാപകനും പ്രധാന അധ്യാപകനുമെതിരെ കേസെടുത്ത് പോലീസ്. മുംബൈയിലെ തീവണ്ടിയിലെ ഒരു ഉറുദു മീഡിയം സ്കൂളിലാണ് സംഭവം നടന്നത്. ഇന്ത്യയിലേക്കുള്ള നിയുക്ത US സ്ഥാനപതി ഓസർജിയ ഗോവുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.